നോമ്പുകാലം 6-ാം ഞായർ സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വർണമെന്ന ലോഹത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ലോഹത്തിൻ്റെ പരിശുദ്ധിയെയും അതിൻ്റെ ക്വാളിറ്റിയെയും നമ്മൾ അസസ് ചെയ്യുന്നത് അതിൻ്റെ ഉരകല്ലിൽ ഉരച്ചു നോക്കിയിട്ടാണ്. ഇടയനെന്ന ധർമ്മത്തെക്കുറിച്ച് അതൊരു ഉരകല്ലിൽ ഉരച്ചു നോക്കുമ്പോഴാണ് ആ ഇടയൻ എത്രമാത്രം നല്ല ഇടയനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ബൈബിളിൽ ഇടയൻ്റെ ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. ഏശയ്യാ പ്രവാചകൻ ആടുകളെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇടയനെ വരച്ചു കാണിക്കുക. എസെക്കിയേൽ പ്രവാചകനാകട്ടെ നഷ്ടപ്പെട്ടവയെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഇടയനായിട്ടാണ് ഇടയനെ വരച്ച് കാണിക്കുക. സഖറിയ പ്രവാചകനാകട്ടെ ഇടയനെ അടിക്കുമ്പോൾ ആടുകൾ ചിതറപ്പെടുന്നു. അങ്ങനെ ഒരു ഇടയനായിട്ടാണ് സഖറിയ പ്രവാചകൻ ഇടയനെ വരച്ച് കാണിക്കുക. സങ്കീർത്തനങ്ങളാകട്ടെ പച്ച പുൽത്തകിടികളിലേക്ക് സമൃദ്ധിയുടെ നാട്ടിലേക്ക് ആടുകളെ നയിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇടയനെ വരച്ച് കാണിക്കുക. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഇസ്രായേലിൻ്റെ കാലത്ത് ഇടയൻ എന്നാൽ ആടുകളുടെ പൂർണ്ണ സംരക്ഷണ ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയാണ്. ഇടയൻ്റെ ജോലിയാണ്, ഇടയൻ്റെ കർത്തവ്യമാണ് ആടുകളെ സംരക്ഷിക്കുക, അവയ്ക്ക് ജീവനാകുക, തുണയാകുക എന്നുള്ളത്. ഈശോയുടെ കാലത്ത് നമുക്കറിയാം, ഇടയൻ്റെ ധർമ്മമായ ആടുകളെ സംരക്ഷിക്കുന്നതിൽ ഇടയനെ വീഴ്ച വരുത്താൻ പറ്റുകയില്ല. അങ്ങനെ ചെന്നായ്ക്കൾ വരുമ്പോൾ, കള്ളന്മാർ വരുമ്പോൾ ഇടയൻ സ്വജീവനെ തന്നെ മറന്നുകൊണ്ട്, സ്വജീവൻ തന്നെ നൽകിക്കൊണ്ട് ആ ആടുകളെ സംരക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതുകൂടാതെ വെറും വേലക്കാരായി മാത്രം വരുന്ന ഇടയന്മാരുമുണ്ട് അന്നത്തെ സാഹചര്യങ്ങളിൽ. അങ്ങനെയുള്ള ഇടയന്മാർ യഥാർത്ഥ ഇടയന്മാരല്ല. അവർ വരികയും ആ സമയത്ത് ഏതെങ്കിലും ചെന്നായ്ക്കളോ കള്ളന്മാരോ വരികയാണെങ്കിൽ സ്വന്തം ജീവൻ പ്രധാനമായി കരുതിക്കൊണ്ട് ആടുകളെ ഉപേക്ഷിച്ച് അവർ ഓടിപ്പോവും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഇടയധർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നത്. ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന ഇടയന്മാരെക്കുറിച്ചും ആടുകളെ തേടി ചെന്നായ്ക്കളും കള്ളന്മാരും വരുമ്പോൾ ഓടിപ്പോകുന്ന മറ്റൊരു തരം ഇടയന്മാരെക്കുറിച്ചും ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്. ഈശോ പഠിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ആ കാലഘട്ടത്തിൽ ഈശോയും ഫരിസേയരും ചെയ്തുകൊണ്ടിരുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. രണ്ടുപേരും പഠിപ്പിക്കുന്നു. സാമ്യമുണ്ട് അവരുടെ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ വലിയ വ്യത്യാസവുമുണ്ട്. പഠിപ്പിക്കുക എന്ന ദൗത്യം ഈശോയും ഫരിസേയരും ഒരുപോലെ ചെയ്തിരുന്നു. എന്നാൽ രണ്ടുപേരുടെയും പഠിപ്പിക്കലുകൾക്ക്, അവരുടെ ലക്ഷ്യങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു. ഈശോ പഠിപ്പിച്ചത് ജനങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാനോ അവരെ കൊണ്ട് വേറെ എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാനോ ആയിരുന്നില്ല. ഫരിസേയരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു, ഈ ജനങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം. ഈശോ വെറുതെ പഠിപ്പിച്ച് കടന്നു പോവുകയായിരുന്നില്ല, അവർക്ക് രക്ഷ പ്രദാനം ചെയ്യുകയായിരുന്നു. ഫരിസേയരുടെ പഠനം കൊണ്ട്, പഠിപ്പിക്കൽ കൊണ്ട് ആർക്കും രക്ഷ സാധ്യതമായില്ല. ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുക കൂടി ചെയ്തു, അവരെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷേ ഫരിസേയർ ആരെയും രക്ഷിക്കാൻ വേണ്ടി അവരുടെ ആരുടെയും ജീവൻ അവർ ബലിയർപ്പിച്ചില്ല. ഈശോ പറയുന്നു, ഞാൻ നല്ല ഇടയനാണെന്ന്. നല്ല ഇടയനാണ് എന്ന് അവിടുന്ന് പറയുന്നതിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉരകല്ലിൽ സാക്ഷ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് അവിടുന്ന് പറയുന്നത്, ഞാനും പിതാവും പരസ്പരം അറിയുന്നത് പോലെ എൻ്റെ ആടുകൾ എന്നെ അറിയുകയും ഞാൻ എൻ്റെ ആടുകളെ അറിയുകയും ചെയ്യുന്നു. പരസ്പരം അറിയുന്നു. പിതാവും പുത്രനും പോലെ തന്നെ വളരെ പവിത്രമായ, ശ്രേഷ്ഠമായ ഒരു ബന്ധമാണ് ആടുകളും ഇടയനും തമ്മിൽ. അതുപോലെ തന്നെ അവിടുന്ന് പറയുന്നു, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നു എന്ന്. ഇടയനെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഇടയന്മാർ വാതിലുകളാണെന്ന്. അന്നത്തെ കാലത്ത്
ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാർ രാത്രികാലങ്ങളിൽ ആടുകളെ ഏതെങ്കിലും ഗുഹയിലായിരിക്കും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി തമ്പടിക്കുക. അങ്ങനെ ഗുഹകളിൽ താമസിക്കുന്ന സമയത്ത് ഗുഹകൾക്ക് പ്രത്യേകിച്ച് വാതിലുകളൊന്നും ഉണ്ടാവുകയില്ല. ആ സമയത്താണ് ഇടയന്മാർ ഗുഹാമുഖത്ത് കുറുകെ കിടന്നുകൊണ്ട് ആടുകളെ സംരക്ഷിക്കുക. ചെന്നായ്ക്കളും കള്ളന്മാരും വരുമ്പോൾ ഈ ഇടയനെ ചവിട്ടി മാത്രമേ കള്ളന്മാർക്ക് ഗുഹയുടെ അകത്ത് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ചെന്നായ്ക്ക് അകത്ത് കയറണമെങ്കിൽ ആദ്യം ഈ ഇടയനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിന് ശേഷമേ ആടുകളുടെ അടുത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വാതിലിൻ്റെ ധർമ്മം കള്ളന്മാരിൽ നിന്നും ക്രൂരമൃഗങ്ങളിൽ നിന്നും അതിൻ്റെ അകത്തുള്ളവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇടയൻ ഈ ധർമ്മം കൃത്യമായി ചെയ്യുന്നു. പുറത്തു നിന്നുള്ള ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും നല്ല ഇടയനാകുന്ന ഈശോ തൻ്റെ അജഗണങ്ങളെ സംരക്ഷിക്കുന്നു. നമുക്കറിയാം, പിന്നീടങ്ങോട്ടുള്ള ചരിത്രം മുഴുവൻ, ഈശോയുടെ രക്ഷാകര കർമ്മം മുഴുവൻ ഇതുപോലെ പാപികളായ മനുഷ്യർക്ക് വേണ്ടി, തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ തന്നെ സമർപ്പിച്ചതാണ് ഈശോയുടെ ജീവിതത്തിൻ്റെ ചരിത്രം. ഈശോയുടെ കാലത്ത് ഈശോ അനുഭവിച്ച ചില പുരോഹിതന്മാരുടെ രീതികൾ കൂടി ഈശോയുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം ഈ ആടുകളുടെ ഉപമ ഈശോ പറയുമ്പോൾ. അന്നത്തെ കാലത്ത് പാപികളായ മനുഷ്യരുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്ന ഇടയന്മാരായി പുരോഹിതന്മാർ മാറിപ്പോകാറുണ്ട്. മറ്റുള്ളവരുടെ വേദനകൾ കൺമുൻപിൽ വരുമ്പോൾ വാതിലുകൾ കൊട്ടിയടച്ച് ഓടിപ്പോകുന്ന ഇടയന്മാരായി അവർ മാറിപ്പോകാറുണ്ട്. ഈശോ ഈ പുരോഹിതന്മാരോട് പാപികളുടെ മുമ്പിൽ വാതിലുകൾ തുറന്നിടാനും അവരെ രക്ഷയിലേക്ക് നയിക്കുവാനും പുരോഹിതന്മാരോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് നല്ല കള്ളനോട് നീ ഇന്നെന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന് ഈശോ പറയുന്നത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ്. പാപികൾക്ക് പോലും വാതിൽ തുറന്നിട്ടുകൊണ്ട്, പാപികൾക്ക് പോലും പറുദീസ സാധ്യതമാക്കിക്കൊണ്ട് രക്ഷയുടെ പുതിയ വാഗ്ദാനങ്ങൾ, പുതിയ മേച്ചിൽപ്പുറങ്ങൾ ഈശോ തുറന്നു കൊടുക്കുകയാണ്. ഈ നോമ്പ് കാലത്തിൻ്റെ അവസാന ഞായറാഴ്ച നല്ല ഇടയനെക്കുറിച്ച് വിചിന്തനത്തിനായി നമുക്ക് നൽകിക്കൊണ്ട് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിലും നല്ല ഇടയൻ്റെ ഗുണങ്ങളോടുകൂടി വർത്തിക്കാനുള്ള ഒരു ദൗത്യം നമ്മളെല്ലാവരും ഏറ്റെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. നമ്മുടെ ജോലിസ്ഥലങ്ങളുണ്ട്, നമ്മുടെ കുടുംബങ്ങളുണ്ട്, നമ്മുടെ വിദ്യാലയങ്ങളുണ്ട്. ഇവിടെയെല്ലാം നല്ല ഇടയൻ്റെ ദൗത്യം നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും. എന്താണ് നല്ല ഇടയൻ്റെ ദൗത്യം? നമ്മൾ കണ്ടതുപോലെ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടവയെ, നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ സുരക്ഷിതരായി കാത്തുകൊള്ളാനുള്ള ഒരു ദൗത്യം. എന്നുവെച്ചാൽ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ആത്മാർത്ഥമായി ചെയ്യുവാനുള്ള ഒരു ദൗത്യം. അതാണ് തിരുസഭ നമ്മളോട് ആവശ്യപ്പെടുക. ഇടയൻ പറയുന്നുണ്ട്, ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട് എന്ന്. അങ്ങനെ പറയുമ്പോൾ ഈശോ ചെയ്തത് വിജാതീയരായ ആളുകളെ കൂടി രക്ഷയിലേക്ക് പങ്കെടുപ്പിക്കുക എന്നുള്ള ദൗത്യമാണ്. ഇടയന്മാരാകുന്ന നമുക്കും ഈ ഉത്തരവാദിത്വമുണ്ട്. ഇടയൻ്റെ ധർമ്മമായ എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കുക എന്ന ഉത്തരവാദിത്വം, അത് ഭംഗിയായി നിറവേറ്റുക ഒരു സുവിശേഷവൽക്കരണത്തിലൂടെയാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും സുവിശേഷം പ്രഘോഷിക്കുന്നതാകണം. അപ്പോൾ തീർച്ചയായും നമ്മളൊക്കെ സുവിശേഷത്തിന് സാക്ഷികളാകും. എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഇടയന്മാരായി മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. ഈ നോമ്പുകാലം, ഇതിനുശേഷം ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോയാകുന്ന നല്ല ഇടയൻ നമുക്ക് കാണിച്ചു തന്ന നല്ല മാതൃക, എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കുന്ന, എല്ലാവരെയും സംരക്ഷിക്കുന്ന, എല്ലാവർക്കും സ്നേഹമാകുന്ന, എല്ലാവർക്കും സഹായകമായി തീരുന്ന ഒരു നല്ല മനോഭാവം, പ്രവൃത്തി, ശീലം, ഇതെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.